നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുമായി CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടത്തുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 18ാമത് സംസ്ഥാന ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പ് ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജനുവരി 27, 28 തീയതികളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കഥകളിയെ നെഞ്ചിലേറ്റിയവർ വീണ്ടും അരങ്ങിലൊന്നിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം 60കളിലെ കൗമാര സംഘമാണ് പുതുതലമുറയ്ക്കും ആവേശം പകർന്ന് ഒരുമിക്കുന്നത്. പ്രഖ്യാപനം വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൈവളികെ പോലീസ് സ്റ്റേഷൻ ഇനിയും യാഥാർത്ഥ്യമായില്ല. ബായിക്കട്ട പള്ളത്ത് സ്ഥലം കണ്ടുവച്ചതല്ലാതെ യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖല യജ്ഞം പറക്കില മഹാദേവ ശാസ്താ ക്ഷേത്രത്തിൽ നടന്നു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുമായി CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേക മതത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്നും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം വർഗീയ സംഘർഷത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പദ്ധതിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്നത് മാനവികതയ്ക്കെതിരെയുള്ള യുദ്ധമാണ്. അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം നിരസിച്ചത് CPIMന്റെ നിലപാടാണെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മതപരമായ കാര്യങ്ങൾ ഉപയോഗിച്ച് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും രാഷ്ട്രീയ മെച്ചമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെയും സുപ്രീം കോടതിയുടെ വിധികളും ലംഘിച്ച് വംശീയമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പദ്ധതിയായി അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം മാറിയെന്നും യെച്ചൂരി കുറ്റപ്പെടുത്തി. ജൂതന്മാർ മുസ്ലിമിനെതിരെ നീങ്ങുന്നത് പോലെയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ മുസ്ലിമുകളോട് പെരുമാറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. If the inauguration of Ram Mandir is going to be done by the Prime Minister, the UP Chief Minister, and using the entire state machinery, that is, the state is identified with one particular religion, that is against the Indian Constitution, against the Supreme Court verdicts. The state cannot profess or patronize any particular religion. Therefore, in this case, it's a violation. It's a violation of both the Constitution, the principles of secularism, the Supreme Court verdicts, and it is actually a situation sought to be created for furthering tensions between religious communities in order for their Hindutva consolidation. Now, this is a political project. I said, with all due respect to religion, with all due respect to everybody's right to choose their religion, thank you very much. So sorry, I will not be attending that thing. കാസർഗോഡ് ചെർക്കളയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-ലധികം ആളുകളാണ് പങ്കെടുത്തത്. ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ, MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞിമൊയ്തീൻ, CH കുഞ്ഞമ്പു MLA, P കരുണാകരൻ, KB കൃഷ്ണൻ, കരീം ചന്ദേര, PB രാജു, M അനന്തൻ നമ്പ്യാർ, സണ്ണി അരമന, KV കുഞ്ഞിരാമൻ, M രാജഗോപാലൻ MLA, സാബു എബ്രഹാം, VK രാജൻ, KR ജയാനന്ദ, VV രമേശൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർക്കള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടത്തുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടത്തുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഉച്ചഭക്ഷണം നൽകിയത്. COA കാസർഗോഡ് മേഖലാ കമ്മിറ്റി നേതൃത്വം നൽകി. COA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പുതുവർഷത്തോടുകൂടി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ജനുവരി 3 കാസർഗോഡ് വെച്ച് നടക്കുന്ന കാസർഗോഡ് മേഖല സമ്മേളനത്തോടനുബന്ധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എല്ലാ കാലത്തും നടത്തിവരുന്ന ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ സ്ഥാപനങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം
കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം ഇവിടെ വെച്ച് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് നടത്താനായത് ഏറെ സന്തോഷമുണ്ട്. അതിന് മുന്നിട്ടിറങ്ങിയ മേഖലാ കമ്മിറ്റിയെ തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് കുമാർ വി, ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ സുനിൽ കുമാർ കെ, മേഖലാ പ്രസിഡന്റ് ദിവാകരൻ, ജില്ലാ കമ്മിറ്റി അംഗം അജയൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ചിത്ര, മേഖലാ ജോയിന്റ് സെക്രട്ടറി പാർത്ഥസാരഥി, മേഖലാ ട്രഷറർ മുരളീധരൻ, മേഖലാ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. 14ാമത് മേഖലാ സമ്മേളനം COA സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം K വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 2024 ജനുവരി 3 പുലിക്കുന്നിലെ നഗരസഭ വനിതാ ഹാളിലാണ് സമ്മേളനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 18ാമത് സംസ്ഥാന ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പ് ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജനുവരി 27, 28 തീയതികളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. 19 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ 2 ദിവസങ്ങളിലായി പങ്കെടുക്കും. സെപക് താക്രോ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ സ്കൂളിൽ തുടങ്ങി. സംസ്ഥാന സമിതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജേന്ദ്രൻ പയ്യാടക്കത്ത് അധ്യക്ഷത വഹിച്ചു. സെപക് താക്രോ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി KV ബാബു ചാമ്പ്യൻഷിപ്പിന്റെ ഘടന വിശദീകരിച്ചു. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗങ്ങളായ TV ബാലൻ, K മധുസൂദനൻ, സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ T ഗീത, പ്രധാനാധ്യാപകൻ K കൃഷ്ണൻ, PTA പ്രസിഡന്റ് MKV രാജേഷ്, V മോഹനൻ, K വിജയകൃഷ്ണൻ, KPV രാജീവൻ, M രാജൻ, P അനിൽകുമാർ, M ഷിബു എന്നിവർ സംസാരിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള ചെയർപേഴ്സണും സ്കൂൾ പ്രധാനാധ്യാപകൻ K കൃഷ്ണൻ വർക്കിംഗ് ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ T ഗീത ജനറൽ കൺവീനറും K മധുസൂദനൻ, MKV രാജൻ, P സുരേഷൻ എന്നിവർ കൺവീനർമാരും K അബ്ദുൽ ഷുക്കൂർ ട്രഷററുമായി 101 അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കഥകളിയെ നെഞ്ചിലേറ്റിയവർ വീണ്ടും അരങ്ങിലൊന്നിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം 60കളിലെ കൗമാര സംഘമാണ് പുതുതലമുറയ്ക്കും ആവേശം പകർന്ന് ഒരുമിക്കുന്നത്. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. അഭിവക്ത ബേഡടുക്കം പഞ്ചായത്തിലെ കോണടുക്കം, കുണ്ടൂച്ചി എന്നീ കളരികളിൽ അഭ്യസിച്ച കലാകാരന്മാരാണ് 70കളുടെ നിറവിലും കഥകളി ആവേശവുമായി അരങ്ങിലെത്തുന്നത്. കഥകളി അവതരണത്തിന്റെ ഒരുക്കങ്ങളും ചിട്ടവട്ടങ്ങളും ചൊല്ലിയാട്ടവുമായി വിദ്യാനഗർ സ്വസ്തി ഡാൻസ് അക്കാദമിയിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. കഥകളി എന്ന മഹത്തായ കലയെ വീണ്ടും ജനമധ്യത്തിലേക്ക് എത്തിക്കുക, പുതിയ തലമുറയെ കഥകളിയുമായി ബന്ധപ്പെടുത്തി അവർക്ക് കഥകളിയിൽ ഉള്ള കഥകളിക്ക് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക, പുതിയ തലമുറക്ക് കഥകളിയെക്കുറിച്ച് അവഗാഹം സൃഷ്ടിക്കുക, അതുകൂടാതെ മറ്റ് നാടൻ കലകൾ എന്നിവ അഭ്യസിപ്പിക്കുക. ഇതാണ് ഈ അരങ്ങ് നാട്യ സംഘത്തിൻ്റെ ഉദ്ദേശം. 70കാരനായ ബേബി നായർ മുതൽ 29കാരിയായ അഞ്ജലി വിപിൻ വരെയുള്ളവർ അരങ്ങിലെത്തും. എടപ്പണി സ്വദേശിയായ കുഞ്ഞമ്പു നായർ, ഹൈമവതി, കാർത്യായനി, രാമകൃഷ്ണൻ നമ്പ്യാർ, രഘുനാഥ് കാനത്തൂർ എന്നിവരടക്കമുള്ള 9 പേരുടെ കലാസംഘമാണ് കല്യാണ സൗഗന്ധികവും കുചേലവൃത്തവുമായി ഗുരു ഉണ്ണികൃഷ്ണന്റെ പരിശീലനത്തിൽ ചുട്ടികുത്തുന്നത്. കഥകളിയുടെ തലമുറ മാറ്റം എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്ന കഥകളി എങ്ങനെയെന്നുള്ളത് എനിക്കറിയാം, പക്ഷേ പഴയ കാല കഥകളി എങ്ങനെയെന്നുള്ളത് എനിക്ക് കാണിച്ചു തരിക കൂടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അരങ്ങും പുതിയ അരങ്ങും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു വലിയൊരു, ശരിക്കും പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അരങ്ങിലെത്തുന്നതെന്ന് ഞാൻ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത്. കാരണം അവരുടെ മുദ്രകളും ഇപ്പോഴത്തെ മുദ്രകളും തമ്മിലുള്ള വ്യത്യാസം, കഥകളിയുടെ മാറ്റം, ഇതാണ് ഏറ്റവും വലിയ ഉദ്ദേശം ഈ കഥകളി അരങ്ങിൻ്റെ. ഞാൻ എന്ത് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതിനേക്കാളും അവരിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ വിജയം. ഈ ഒരു അരങ്ങ് കാണേണ്ടതാണ് ഈ പുതിയ തലമുറയും പഴയ തലമുറയും. അവരുടെ ഉള്ളിലുള്ള പഴയ കാലത്ത് ഉണ്ടായിരുന്ന ആ കല പൊടി തട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അവരവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് ആ വേഷം അരങ്ങിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവരും വന്ന് അവരെ കണ്ട് അവരുടെ കൂടെ കൂടി അവരെ അനുഗ്രഹിക്കുക.
1960കളിലെ ഒരു കൗമാര സംഘമാണ് ഈ കഥകളി അവതരണത്തിന്റെ പിന്നിലെന്നത് പുതുതലമുറയ്ക്കും ആവേശം പകരുന്ന ഒന്നാണ്. വിദ്യാനഗർ അസാപ് സ്കിൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ 2024 ജനുവരി 7 വൈകിട്ട് 7 മണിക്കാണ് കളിയരങ്ങ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രഖ്യാപനം വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൈവളികി പോലീസ് സ്റ്റേഷൻ ഇനിയും യാഥാർത്ഥ്യമായില്ല. ബായിക്കട്ട പള്ളത്ത് സ്ഥലം കണ്ടുവച്ചതല്ലാതെ യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. പൈവളികയിൽ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രഖ്യാപനം നടത്തി വർഷങ്ങൾ പിന്നിട്ടു. പൈവളികെ ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി കൈക്കമ്പ ബായർ റോഡരികിൽ ബായിക്കട്ട പള്ളത്ത് 30 സെന്റ് സ്ഥലം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയതല്ലാതെ പിന്നീട് തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുവച്ച റവന്യൂ ഭൂമി ഈയിടെയാണ് പോലീസ് വകുപ്പിന് വിട്ടു നൽകിയത്. മഞ്ചേശ്വരത്തിനും കുമ്പളയ്ക്കുമിടയിൽ പുതിയൊരു പോലീസ് സ്റ്റേഷൻ വേണമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ്. ഇതിന് ഏറെയും സാധ്യത കൽപ്പിച്ചിരുന്നത് ഉപ്പള കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പിനൊടുവിൽ പൈവളികയിൽ പോലീസ് സ്റ്റേഷൻ വരുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടായത്. ഉപ്പളയിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ട പൈവളികെ പോലീസ് സ്റ്റേഷൻ വരുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് അതിർത്തി പ്രദേശത്തെ ഊടുവഴികളിലൂടെ കർണാടകയിലേക്ക് പ്രവേശിക്കുന്നത് കൂടുതലും പൈവളികയിലെ സമീപ പ്രദേശങ്ങളിലൂടെയാണ്. മണൽക്കടത്ത്, മദ്യം, കഞ്ചാവ്, പുകയില ഉൽപ്പന്നങ്ങളടക്കം കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരുമ്പോൾ പിടിക്കപ്പെടുന്നത് കൂടുതലും ഈ ഭാഗങ്ങളിലാണ്. അതിനാൽ പോലീസ് സ്റ്റേഷന് എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലം തന്നെയാണ് പൈവളികയെന്ന് നാട്ടുകാരും പറയുന്നു. ഒരുപാട് കാലമായി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വീണ്ടും ഒരു പോലീസ് സ്റ്റേഷൻ വരുമെന്ന ആ ഒരു പ്രഖ്യാപനം വന്ന് വർഷങ്ങളോളമായി ഇതുവരെക്കും അതിൻ്റെ ഒരു പണിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഇവിടെ അതിന് വേണ്ട DIGയും അതുപോലെ തന്നെ ഒരുപാട് മേലുദ്യോഗസ്ഥരൊക്കെ വന്ന് എല്ലാം ശരിയായി എന്ന് പറയുന്നതല്ലാതെ ഈ കടലാസിൽ ഒതുങ്ങിക്കിടക്കുന്നതല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കുന്നതായി കാണുന്നില്ല. വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്കൊക്കെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നമുക്ക് ഇവിടെ അനുവദിച്ച പോലീസ് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നടപ്പിലാക്കണമെന്നാണ് ബായിക്കട്ട പൈവളികയിൽ നടപ്പിലാക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 9 വില്ലേജുകളും കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 6 വില്ലേജുകളും പൈവളിക സ്റ്റേഷൻ പരിധിയിലേക്ക് മാറും. ഉപ്പള, കോടിബയൽ, ബേക്കൂർ, പൈവളികെ, ചിപ്പാർ, ബായാർ, മംഗൽപാടി, കുബണൂർ, ഇച്ചിലങ്കോട്, കയ്യാർ, ഹേരൂർ, കൂടാൽ, മേർക്കള, മുളിഞ്ച, കുളൂർ, മീഞ്ച എന്നീ വില്ലേജുകളാണ് പുതിയ സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് കണ്ടെത്തിയ സ്ഥലത്തോട് ചേർന്ന് 50 സെന്റ് സ്ഥലം എക്സൈസ് ഓഫീസിനുമായി കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ശുചീകരണത്തിന്റെ ഭാഗമായി പുഴകളിൽ നിന്നും നീക്കം ചെയ്ത മണൽ കൊണ്ടിട്ട് വലിയ മണൽ കൂമ്പാരമായി ഇവിടെ മാറിയിട്ടുണ്ട്. തുടർ നടപടികൾ എത്രയും വേഗം ആരംഭിച്ച് പൈവളികെ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതേസമയം താൽക്കാലിക കെട്ടിടത്തിൽ പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ തൊട്ടടുത്തൊരു വീട് കണ്ടെത്തിയിരുന്നു. അന്ന് സംസാരിച്ചു വെച്ചതല്ലാതെ മറ്റൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. ധനരാജ്, ന്യൂസ് ബ്യൂറോ, ഉപ്പള. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ യജ്ഞം പറക്കില മഹാദേവ ശാസ്താ ക്ഷേത്രത്തിൽ തുടക്കമായി. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. പറക്കില മഹാദേവ ശാസ്താ ക്ഷേത്രത്തിൽ നടന്ന അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ യജ്ഞം ಎಡನೀರ್ ಮಠಾಧಿಪತಿ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮೀಜಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಬೇರೆ ಬೇರೆ ರೀತಿಯ ಸಂಸ್ಕೃತಿಗಳನ್ನು ಹೊಂದಿಕೊಂಡು ಪ್ರತಿಯೊಂದು ತಂತ್ರ ಮನೆತನ ಕೂಡ ಅದು ಹುಟ್ಟಿಕೊಂಡಿರ್ತದೆ. ಹಾಗಿರುವಾಗ ಮುಖ್ಯವಾಗಿ ನಾವು ಇವತ್ತು ನೋಡ್ತಾ ಇದ್ದೇವೆ, ಕೆಲವಷ್ಟು ತಾಂತ್ರಿಕ ಮನೆತನಗಳು ಬೇರೆ ಬೇರೆ ಕಾರಣಗಳಿಂದ ಅಲ್ಲಿಗೆ ಕುಂಠಿತಗೊಳ್ಳುವುದನ್ನು ಕೂಡ ನಾವು ನೋಡ್ತಾ ಇದ್ದೇವೆ. ಹಾಗಿರುವಾಗ ಮುಖ್ಯವಾಗಿ ಮುಂದಿನ ತಲೆಮಾರಿಗೆ ಕೂಡ ಅದು ಮುಂದುವರಿಬೇಕು, ಪ್ರತಿಯೊಂದು ಮನೆತನಗಳು ಕೂಡ. ಅದಕ್ಕಾಗಿ ಇವತ್ತು ಏನು ಈ ಯುವ ತಲೆಮಾರೆ ಇದೆ, ಈ ಯುವ ಜನತೆ ಇದೆ, ಅದರ ಬಗ್ಗೆ ಅಧ್ಯಯನಕ್ಕಾಗಿ ಅದನ್ನು ಮುಂದುವರಿಸಿಕೊಂಡು ಹೋಗುವಲ್ಲಿ ಇರುವ ಒಂದು ಶ್ರದ್ಧೆಗಾಗಿ ಮನ ಮಾಡಬೇಕು. ಹಾಗಿದ್ದಾಗ ಮಾತ್ರ ಈ ಸಂಸ್ಕೃತಿ ಪ್ರತಿಯೊಂದು ಮನೆಯಲ್ಲಿ ಕೂಡ ಮುಂದುವರಿಯುತ್ತದೆ ಮತ್ತು ಅದು ಇನ್ನೊಬ್ಬರಿಗೆ ಅದು ಆದರ್ಶಪ್ರಾಯವಾಗಲಿಕ್ಕೆ ಅದು ಕಾರಣ ಆಗ್ತದೆ. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ പ്രസിഡന്റ് ഇരിവൽ പത്മനാഭൻ വാഴുന്നവർ അധ്യക്ഷത വഹിച്ചു. പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ഭട്ടത്തിരിപ്പാട് മുഖ്യാതിഥിയായിരുന്നു. പഴങ്ങാപ്പറമ്പ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ TP രാധാകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ വിഷയാവതരണം നടത്തി. മധ്യമേഖലാ പ്രസിഡന്റ് CP നാരായണൻ നമ്പൂതിരി, ദക്ഷിണ മേഖലാ പ്രസിഡന്റ് അടിമുറ്റം സുരേഷ് ഭട്ടത്തിരിപ്പാട്, പുലിയന്നൂർ ശങ്കരനാരായണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു.
സംസ്ഥാന സമിതി അംഗം KPC കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട്, പുലിയന്നൂർ ജയന്തൻ നമ്പൂതിരിപ്പാട്, അഴകത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, നെടുമ്പ ബ്രഹ്മദത്തൻ നമ്പൂതിരി, ഇളങ്ങല്ലൂർ ഗിരീശൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ഉളിയത്ത് വിഷ്ണു വാഴുന്നവർ സ്വാഗതവും കക്കാട്ട് പത്മനാഭൻ പട്ടേരി നന്ദിയും പറഞ്ഞു. ഡിസംബർ 31 സന്യാസി സമ്മേളനത്തോടെ പരിപാടിക്ക് സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടി അബ്ദുള്ള സ്മാരക പ്രഥമ പുരസ്കാരം പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിനെ. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് ഗോപിനാഥ് മുതുകാടിനെ തിരഞ്ഞെടുത്തത്. മുസ്ലിം ലീഗ് നേതാവും കാസർഗോഡ് നഗരസഭാ ചെയർമാനും ജില്ലയുടെ സാംസ്കാരിക മുഖവുമായിരുന്ന ടി അബ്ദുള്ളയുടെ ഓർമ്മയ്ക്കായി കേരള പ്രവാസി ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച പ്രഥമ അവാർഡ് പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിന് സമർപ്പിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും ആശ്രയ കേന്ദ്രം സ്ഥാപിക്കുകയും മറ്റനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതുമാണ് അവാർഡിന് പരിഗണിച്ചത്. റഹ്മാൻ തായലങ്ങാടി ചെയർമാനും ബഷീർ വെള്ളിക്കോത്ത്, TA ഷാഫി, ജലീൽ രാമന്തളി, AP ഉമ്മർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത്. 50,000 രൂപയും ശില്പവുമാണ് അവാർഡ് ജേതാവിന് സമ്മാനിക്കുന്നത്. ഡിസംബർ 31 ഞായറാഴ്ച രാവിലെ ചെർക്കള IMAX ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിന് അവാർഡ് കൈമാറും. ജൂറി അംഗം ബഷീർ വെള്ളിക്കോത്ത് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തും. പ്രവാസികൾക്കുള്ള കരുതലിന്റെ കാവൽ സുരക്ഷാ സ്കീമിന്റെ പ്രഖ്യാപനവും പരിപാടിയിൽ നടത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി സംബന്ധിക്കും. കാസർഗോഡ് ജില്ലാ പ്രവാസി ലീഗ് നമ്മുടെ മുൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുള്ള സാഹിബിൻ്റെ ഓർമ്മക്കായി ഒരു അവാർഡ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ആ അവാർഡിൻ്റെ പ്രഥമ വിതരണമാണ് ഡിസംബർ 31 ചെർക്കള IMAX ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചു. രാവിലെ 10:30 അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിനാണ്. വാർത്താ സമ്മേളനത്തിൽ കേരള പ്രവാസി ലീഗ് സംസ്ഥാന ട്രഷറർ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് AP ഉമ്മർ, ജനറൽ സെക്രട്ടറി AM ഖാദർ ഹാജി ചെങ്കള, ട്രഷറർ TP കുഞ്ഞബ്ദുള്ള ഹാജി, വൈസ് പ്രസിഡന്റ് ദാവൂദ് ചെമ്പിരിക്ക, മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് ZA മൊഗ്രാൽ, കാസർഗോഡ് മണ്ഡലം ജനറൽ സെക്രട്ടറി മുനീർ പൊടിപ്പളം, ഉദുമ മണ്ഡലം വൈസ് പ്രസിഡന്റ് AB കലാം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് പിന്നോട്ട് നീങ്ങിയ സ്കൂൾ ബസ് നിർത്തി വലിയൊരു ദുരന്തം ഒഴിവാക്കി 4ാം ക്ലാസ്സുകാരൻ ഷിയാഫ്. വിദ്യാർത്ഥികളിൽ ഒരാൾ കാണിച്ച കുസൃതിയെ തുടർന്നാണ് നിർത്തിയിട്ട ബസ് പിന്നോട്ട് നീങ്ങിയത്. ഷിയാഫ് ധീരമായി ഇടപെട്ട് ബസ് നിർത്തുകയും 25ഓളം വിദ്യാർത്ഥികളുടെ രക്ഷകനാകുകയുമായിരുന്നു. അപകട സമയത്ത് മനസാന്നിധ്യം കൈവിടാതെ ഇടപെടൽ നടത്തി മനുഷ്യജീവനുകൾ രക്ഷപ്പെടുത്തിയ നിരവധി പേരുണ്ട്. സഹജീവികളോടുള്ള സ്നേഹവും മനോബലവും കൈമുതലായുള്ള ഇവരുടെ കൂട്ടത്തിലേക്ക് ഒരു 4ാം ക്ലാസ്സുകാരനും. മഞ്ചേശ്വരം ഹൊസങ്കടി പീസ് ക്രിയേറ്റീവ് സ്കൂളിലെ ഷിയാഫാണ് ഈ മിടുക്കൻ. പിന്നോട്ട് നീങ്ങിയ സ്കൂൾ ബസ് നിർത്തി വലിയൊരു ദുരന്തമാണ് ഷിയാഫ് ഒഴിവാക്കിയത്. പതിവ് പോലെ സ്കൂൾ വിട്ടപ്പോൾ വിദ്യാർത്ഥികൾ ബസ്സിലേക്ക് കയറിയതായിരുന്നു. ഡ്രൈവർ ഇല്ലാതിരുന്ന ഈ സമയത്ത് ഒരു വിദ്യാർത്ഥി ചെറിയൊരു കുസൃതി കാണിച്ചു. ബസ്സിന്റെ ഗിയർ ന്യൂട്രൽ ചെയ്തതായിരുന്നു അത്. ഇതോടെ ബസ് പിറകിലേക്ക് നീങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഷിയാഫ് ഓടിയെത്തുകയും ടയറിന് നേരെ കല്ല് വെച്ച് ബസ് നിർത്തുകയുമായിരുന്നു. മറ്റു വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴായിരുന്നു 4ാം ക്ലാസ്സുകാരന്റെ ഈ ധീരമായ ഇടപെടൽ. 25ഓളം വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിച്ച ഷിയാഫിന്റെ ധീരതയെ സ്കൂൾ മാനേജ്മെന്റ് അഭിനന്ദിച്ചു. സ്കൂളിൽ ഇന്ന് നടന്ന അസംബ്ലിയിൽ സ്കൂൾ CEO മുഹമ്മദ് അലി ഷിയാഫിനെ മൊമന്റോ നൽകി ആദരിച്ചു. On that day, I was washing my hands when I heard the students shouting. At that time, I turned back and saw the bus was moving back. I ran towards the bus and I saw 2 students were trying to stop the van from back side. I was tensed and I took a big stone and kept it under the tire of the van. And the van stopped. I am very happy because all my friends are saved from the accident. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കോൺഗ്രസ് സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ച് കാസർഗോഡ് DCC. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ജന്മദിനാഘോഷം DCC ഓഫീസിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു.
DCC പ്രസിഡന്റ് PK ഫൈസൽ പതാക ഉയർത്തി. K നീലകണ്ഠൻ, MC പ്രഭാകരൻ, വിനോദ് കുമാർ പള്ളയിൽ വീട്, M കുഞ്ഞമ്മു നമ്പ്യാർ, കരുൺ താപ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ മണ്ഡലം ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ജന്മദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് ട്രഡീഷണൽ ആർട്ടിസാൻസ് കോൺഗ്രസ് TAC ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. TAC സംസ്ഥാന പ്രസിഡന്റ് AT ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ തൊഴിൽ സംവരണ കാര്യങ്ങളിൽ വിശ്വകർമ്മജർക്കുള്ള സമുദായ സംവരണം പൂർണ്ണമായും നടപ്പിലാക്കണമെന്ന് ട്രഡീഷണൽ ആർട്ടിസാൻസ് കോൺഗ്രസ് TAC ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പിലിക്കോട് യവക്യ ഹാളിൽ നടന്ന കൺവെൻഷൻ TAC സംസ്ഥാന പ്രസിഡന്റ് AT ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രവി പിലിക്കോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VVC ബാലൻ മുഖ്യാതിഥിയായിരുന്നു. കൺവെൻഷനിൽ സമുദായാംഗങ്ങളായ നീലേശ്വരം മേഖലയ്ക്ക് കീഴിലുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. KV രാജൻ, PV പ്രശാന്ത്, KV പത്മനാഭൻ ആചാരി, ഭാർഗവി പിലിക്കോട് എന്നിവർ സംസാരിച്ചു. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലുള്ളവർക്ക് ജില്ലാ കമ്മിറ്റിയുടെ സാന്ത്വന സഹായവും കൈമാറി. സംസ്ഥാനത്ത് പ്രതിപക്ഷ സംഘടനാ പ്രവർത്തകരെയും നേതാക്കളെയും സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് തല്ലിച്ചതയ്ക്കുന്നതും ജയിലിൽ അടയ്ക്കുന്നതും ജനാധിപത്യത്തിന് നിരക്കുന്നതല്ലെന്ന് കൺവെൻഷൻ അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കല്ലട്ര മാഹിൻ ഹാജിക്ക് സ്വീകരണവും ഡോക്ടർ PA ഇബ്രാഹിം ഹാജി സ്മൃതി സമ്മേളനവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷം ആദ്യമായി UAE സന്ദർശനം നടത്തുന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജിക്ക് സ്വീകരണവും ചന്ദ്രിക ഡയറക്ടറും KMCC ഉപദേശക സമിതി വൈസ് ചെയർമാനും പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകനും വ്യവസായ പ്രമുഖനുമായിരുന്ന ഡോക്ടർ PA ഇബ്രാഹിം ഹാജി സ്മൃതി സമ്മേളനവും സംഘടിപ്പിച്ചു. വെസ്റ്റ് വെസ്റ്റേൺ പേൾ ക്രീക്ക് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ വ്യക്തിത്വമാണ് ഡോക്ടർ PA ഇബ്രാഹിം ഹാജി എന്നും വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക ജീവകാരുണ്യ രംഗങ്ങളിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലവും പിന്തുടരപ്പെടേണ്ട മാതൃകയാണെന്നും ഡോക്ടർ PA ഇബ്രാഹിം ഹാജി സ്മൃതി സംഗമത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് ഇബ്രാഹിം പള്ളങ്കോട് അഭിപ്രായപ്പെട്ടു. ദുബായ് KMCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഇബ്രാഹിം കലീൽ, വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മുംതാസ് സമീറ, വനിതാ KMCC പ്രസിഡന്റ് സഫിയ മൊയ്തീൻ, അബ്ദുള്ള ആറങ്ങാടി, സലാം കന്യപ്പാടി, ഹനീഫ് TR, അഫ്സൽ മൊട്ടമൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവിൽ നവീകരിച്ച വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസായ ഖായിദെ മില്ലത്ത് സൗദം ഉദ്ഘാടനവും മുസ്ലിം ലീഗ് സമ്മേളനവും തുടങ്ങി. 3 ദിവസങ്ങളിൽ ആഘോഷമായാണ് വിവിധ പരിപാടികൾ നടക്കുന്നത്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൈക്കോട്ടുകടവ് സ്കൂൾ ഓഡിറ്റോറിയത്തിലെ സമ്മേളന നഗരിയിൽ മസ്കത്ത് KMCC മുൻ ഭാരവാഹിയായ VP അബ്ദുള്ള ഹാജി മുസ്ലിം ലീഗിന്റെ നക്ഷത്രാങ്കിത ഹരിത പതാക ഉയർത്തി. സ്വാഗത സംഘം ചെയർമാൻ S അഷ്റഫ്, കൺവീനർ VP അബ്ദുൾ റഹ്മാൻ, വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് KP ലത്തീഫ്, MK മഹമ്മൂദ്, KVP ഇസ്മായിൽ, KP നൌഷാദ്, KC ഖാദർ, K ഫൈസൽ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. വരുന്ന 3 ദിവസങ്ങളിലായി പ്രൗഢഗംഭീരമായി നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന് പറയുന്നത് നാളെ നടക്കുന്ന കുടുംബ സംഗമമാണ്. ഈ മഹലിലെ എല്ലാവരെയും, ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒന്നിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ പാർട്ടി ചട്ടക്കൂടിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു പുതിയ പരിപാടി എന്ന രീതിയിലാണ് നമ്മൾ ഈ വാർഡ് സമ്മേളനത്തോടനുബന്ധിച്ച് ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. കൈക്കോട്ടുകടവിന്റെ പരിച്ഛേദമായി ശനിയാഴ്ച രാവിലെ മുൻകൂട്ടി ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 300 കുടുംബങ്ങളിലെ പ്രായഭേദമന്യേയുള്ള 1000-ൽ പരം പേർ പങ്കെടുക്കുന്ന കുടുംബസംഗമം സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ്. വിദ്യാർത്ഥി യുവജന സംഗമവും കുടുംബ സംഗമവും വനിതാ സംഗമവും നാട്ടിലെ കുടുംബങ്ങളുടെ ഉത്സവമാക്കി മാറ്റുകയാണ് മുസ്ലിം ലീഗ് സമ്മേളനം. ആസ്വദിക്കാൻ നാടൻപാട്ടും മുട്ടിപ്പാട്ടും അരങ്ങിലെത്തും. 31 ഞായറാഴ്ച വൈകുന്നേരം 4:30 കൊവ്വപ്പുഴ പാലം പരിസരം കേന്ദ്രീകരിച്ച് പ്രകടനം നടക്കും. വൈകുന്നേരം 6:30 നവീകരിച്ച ഓഫീസ് കെട്ടിടം മുസ്ലിം ലീഗ് അഖിലേന്ത്യാ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സിദ്ദിഖ് അലി രാങ്ങാട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മലബാർ മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വികസന പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.
സഹകരണ വിജ്ഞാന വ്യാപനത്തിന്റെ ഭാഗമായി മിൽമ മലബാർ മേഖലാ യൂണിയൻ ജില്ലയിലെ ക്ഷീരസംഘം പ്രസിഡന്റുമാർക്കും ജീവനക്കാർക്കുമുള്ള സഹകരണ വികസന പരിപാടി സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മേഖലാ യൂണിയൻ ഡയറക്ടർ കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ഓഫീസ് ഹെഡ് PM ഷാജി സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് കെ ദിനേഷ് വാര്യർ പരിശീലന ക്ലാസ് എടുത്തു. ഈ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ്. അതിന്റെ മുന്നേ ഉണ്ടായിരുന്ന ബിൽഡിംഗ് ഏതാണെന്നറിയും? ഏറ്റവും വലിയ ബിൽഡിംഗ് മലേഷ്യയിലുള്ള ട്വിൻ ടവർ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. നമ്മളൊക്കെ ചിലവരൊക്കെ വീട്ടിൽ പോയാൽ നിങ്ങൾ ടീപ്പോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 2 ടവർ ഉണ്ട്. ബുർജ് ഖലീഫയുടെ പോലെ 2 ടവറുള്ള ഏറ്റവും ഉയരം ചെന്ന സ്റ്റീൽ ടവറാണ്. ഓക്കെ, മലേഷ്യ അത്ര വലിയൊരു സമ്പന്ന രാജ്യമല്ല. ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ, ഒരു നേതാവിന്റെ ചിന്തയിലുണ്ടായ ഒറ്റ വ്യത്യാസം കൊണ്ട് ട്വിൻ ടവർ എന്ന് പറയുന്ന ബിൽഡിംഗ് എന്ന് ലോകത്തിന് അത്യപൂർവമായിരുന്നു. എന്നിട്ട് അതിനെ ഒരു ഇരുമ്പ് ബ്രിഡ്ജ് ഇട്ട് കണക്ട് ചെയ്ത്, അതാണ് ഏതൊരാളും പോയാൽ ബുർജ് ഖലീഫ വരുന്നതിന് മുന്നേ ഏറ്റവും അധികം ഫോട്ടോ എടുക്കപ്പെട്ട ബിൽഡിംഗ് ആണ് ട്വിൻ ടവർ. സൂപ്പർവൈസർ ദിലീപ് ദാസപ്പൻ നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ എരിക്കുളത്ത് ST മേഖലാ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ST മേഖലാ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനാ ക്യാമ്പും എരിക്കുളത്ത് നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മനു ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീത S അധ്യക്ഷത വഹിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സത്യ, 3-ാം വാർഡ് മെമ്പർ KV പ്രമോദ്, ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ റീന, ADS അംഗം AV ശ്രീജ എന്നിവർ സംസാരിച്ചു. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ രമ പത്മനാഭൻ സ്വാഗതവും ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറി എരിക്കുളം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുജീബ് റഹ്മാൻ CH നന്ദിയും പറഞ്ഞു. ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറി എരിക്കുളത്തിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗവൺമെന്റ് മാതൃക ഹോമിയോ ഡിസ്പെൻസറി ചിറ്റാരിക്കാൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വിനി V ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് K വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും ജനകീയമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി ബാങ്കിംഗ് മേഖലയിൽ മാതൃകയായി മാറിയ കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും സംഗമം നടത്തി. ബാങ്ക് ഹാളിൽ നടന്ന സംഗമം പ്രസിഡന്റ് K വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സെക്രട്ടറിയും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ KV വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് പപ്പൻ കുട്ടമത്ത്, ബോർഡ് അംഗങ്ങളായ നാരായണൻ പള്ളിക്കാപ്പിൽ, രേണുകാദേവി തങ്കച്ചി, സേതു കുന്നുമ്മൽ, PK കണ്ണൻ, KV ബാലകൃഷ്ണൻ, KV സുനിൽകുമാർ, ശിവജി വെള്ളിക്കോത്ത്, N പ്രിയേഷ്, യൂണിയൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി AK ലക്ഷ്മണൻ, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV തങ്കമണി, യൂണിറ്റ് സെക്രട്ടറി TP രാജേഷ് എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി VV ലേഖ സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് 139ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജന്മദിന സമ്മേളനം സംഘടിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നും ഈ പ്രസ്ഥാനം നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് നിലനിൽപ്പുള്ളൂവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കോൺഗ്രസ് ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ ജില്ലയിലെ 139 മുതിർന്ന നേതാക്കളെ ആദരിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷനായി. KP കുഞ്ഞിക്കണ്ണൻ, M ഗോവിന്ദൻ നായർ, ഹക്കീം കുന്നിൽ, PA അഷ്റഫ് അലി, K നീലകണ്ഠൻ, ബാലകൃഷ്ണൻ പെരിയ, കരിമ്പൽ കൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, M അസനാർ, ശാന്തമ്മ ഫിലിപ്പ്, അഡ്വക്കേറ്റ് TK സുധാകരൻ, PV സുരേഷ്, MC പ്രഭാകരൻ, VR വിദ്യാസാഗർ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, KV വിജയൻ, BP പ്രദീപ് കുമാർ, KR കാർത്തികേയൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുമായി CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. കാസർഗോഡ് മേഖലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടത്തുന്ന കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 18ാമത് സംസ്ഥാന ജൂനിയർ സെപക് താക്രോ ചാമ്പ്യൻഷിപ്പ് ചെറുവത്തൂർ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ജനുവരി 27, 28 തീയതികളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കഥകളി
കഥകളിയെ നെഞ്ചിലേറ്റിയവർ വീണ്ടും അരങ്ങിലൊന്നിക്കുന്നു. വർഷങ്ങൾക്കിപ്പുറം 60കളിലെ കൗമാര സംഘമാണ് പുതുതലമുറയ്ക്കും ആവേശം പകർന്ന് ഒരുമിക്കുന്നത്. പ്രഖ്യാപനം വന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൈവളികെ പോലീസ് സ്റ്റേഷൻ ഇനിയും യാഥാർത്ഥ്യമായില്ല. ബായിക്കട്ട പള്ളത്ത് സ്ഥലം കണ്ടുവച്ചതല്ലാതെ യാതൊരുവിധ തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖല യജ്ഞം പറക്കില മഹാദേവ ശാസ്താ ക്ഷേത്രത്തിൽ നടന്നു. എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമിജി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.